നമസ്തേ. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ ലോകമെമ്പാടും പ്രതിഷേധം അലയടിക്കുകയാണ്. ഇസ്കോൺ സന്യാസിമാരെ താൽക്കാലിക ഭരണകൂടം വേട്ടയാടുക മാത്രമല്ല, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഇസ്കോൺ പ്രസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിക്കാനുള്ള തീവ്ര ശ്രമം കൂടി തുടരുന്നു. ഹിന്ദുക്കൾക്കും ഇതര മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ഏറി വന്നപ്പോൾ അവർക്ക് ആത്മധൈര്യം പകർന്നതാണ് ഇസ്കോണിനെതിരെയുള്ള പ്രതികാര നടപടിക്ക് ആധാരം. ജയിലിൽ കഴിയുന്ന ആചാര്യ ചിന്മയ് കൃഷ്ണദാസ് പ്രഭുവിന് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ പോയ രുദ്രപ്രോതി കേശബ്ദാസ്, രംഗനാഥ് ശ്യാമസുന്ദർദാസ് എന്നീ സന്യാസിമാരെയും അറസ്റ്റ് ചെയ്തു. ഹിന്ദു വംശഹത്യയോടൊപ്പം 200-ലധികം ക്ഷേത്രങ്ങളും 100 കണക്കിന് വീടുകളും അതിലിരട്ടി വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഹിന്ദുക്കൾ വേട്ടയാടാൻ വിധിക്കപ്പെട്ടവരോ? കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP വക്താവ് യുവരാജ് ഗോകുൽ, RJD നേതാവ് സലീം മടവൂർ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഇസ്കോൺ തിരുവനന്തപുരം ക്ഷേത്ര അധ്യക്ഷൻ ഡോക്ടർ ജഗത് സാക്ഷിദാസ് ബ്രഹ്മചാരി ബംഗ്ലാദേശിലെ ഇസ്കോണിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഹ്രസ്വമായി വിവരിക്കുന്നു. ആ വീഡിയോ കാണാം. ബംഗ്ലാദേശിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഏകദേശം 40-ൽ കൂടുതൽ വലിയ ക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളും പിന്നെ 100 കണക്കില് മറ്റു ചെറിയ കേന്ദ്രങ്ങളുമുണ്ട്. 50,000-ന് പുറമെ ദീക്ഷയെടുത്ത, അതായത് ഈ വൈഷ്ണവ സമ്പ്രദായം സ്വീകരിച്ച വിശ്വാസികളും ഭക്തജനങ്ങളും ലക്ഷക്കണക്കിന് അനുയായികളും ഈ പ്രസ്ഥാനത്തിനുണ്ട്. അന്നദാനം ചെയ്യുന്നതിലും ഹരേ കൃഷ്ണ പ്രസ്ഥാനം ബംഗ്ലാദേശിൽ മുൻപന്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബന്ധമല്ല. ഇതിനു മുമ്പേ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം 500 വർഷങ്ങൾക്ക് മുമ്പേ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലീലകൾ നടന്ന സ്ഥലം ബംഗ്ലാദേശിലുണ്ട്. ഢാക്കയിൽ മാത്രം 100 കണക്കില് രാധാകൃഷ്ണ ക്ഷേത്രങ്ങൾ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അല്ല, പൊതുവിലുള്ള 100 കണക്കില് രാധാകൃഷ്ണ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്. ജസൂർ, സിൽച്ചേർ, പുണ്ടരീക് ധാം, ഢാക്ക എന്ന് പറയുന്ന എല്ലാ പ്രധാന നഗരങ്ങളിലും ചൈതന്യ മഹാപ്രഭുവായി ബന്ധമുള്ള ലീലകൾ 500 വർഷങ്ങൾക്ക് മുമ്പ് പല പല ലീലകളും പല പല ലീലാ സ്ഥലങ്ങളും പൂർവാചാര്യന്മാർ, പേരെടുത്ത് പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും. നരോത്തമദാസ ഠാക്കൂർ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ഇങ്ങനെ പലതരത്തിലുള്ള ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ പ്രമുഖരായ ആചാര്യന്മാർ ജന്മം കൊണ്ടതും ഭക്തിപ്രസ്ഥാനം നടത്തിയതും ഇങ്ങനെ പല സ്ഥലങ്ങൾ ബംഗ്ലാദേശിലുണ്ട്. ഇന്ന് ഒരുപാട് ആതുര സേവനങ്ങളും ആ രാജ്യത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന കാര്യം നമുക്ക് ചെറിയ വിഷമമാണ്. ബംഗ്ലാദേശിൽ എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. ഇസ്കോൺ പ്രസ്ഥാനത്തിന് വേണ്ട സംരക്ഷണം ലഭിക്കണം. മറ്റ് ന്യൂനപക്ഷത്തിലുള്ള എല്ലാ മതത്തിലുള്ളവർക്കും സംരക്ഷണം കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം കേന്ദ്രത്തിൽ ഭാരത സർക്കാരിനോട് പലതരത്തിലുള്ള അഭിമുഖങ്ങളും അതിന് വേണ്ട നീക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനം ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇതോട് സംബന്ധിച്ച് ഇസ്കോൺ ഗ്ലോബൽ ആഗോള തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനാ കൂട്ടങ്ങളും അവിടെയുള്ള എംബസികളിൽ ചെന്നിട്ട് ഇതിൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളുമുണ്ട്. സർവേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. യുവരാജ്, ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്.
ഹിന്ദു വേട്ടയെ പറ്റിയുള്ള വാർത്തകൾ വരുന്നില്ലെന്ന് മാത്രമല്ല, BBC-യുടെ അതിക്രമങ്ങളെ പർവ്വതീകരിക്കുകയാണെന്ന പച്ചക്കള്ളം ഏറ്റുപിടിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. ഇസ്ലാമിസ്റ്റുകളെ എതിർക്കുന്നവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ജയിലിൽ അടക്കുകയുമാണ്. ഹിന്ദു വംശഹത്യ തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത്? ഞാൻ ആദ്യമായി തന്നെ അങ്ങേക്കും ജനം ടി വിക്കും വലിയൊരു അഭിനന്ദനവും നന്ദിയും പറയുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ റേറ്റിങ്ങിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തിനും 3-ാം സ്ഥാനത്തിനും ഒക്കെ മത്സരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഈ പറയുന്ന സോക്കോൾഡ് മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള പത്രമുത്തശ്ശിമാരും പത്രമാധ്യമങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് ഈ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഏതെങ്കിലും ഒരു പ്രദേശത്തെ, നമ്മുടെ രാജ്യത്തേതല്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹമാസിലെ ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരാക്രമിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന മാത്രമാണ് അവർക്കിവിടെ വലിയ വേദനയായിട്ട് മാറുന്നത്. ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ പറയുന്ന അതിക്രമങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഒരു ചാനലെങ്കിലും മലയാളത്തിൽ അത് കാണാനും കേൾക്കാനും തയ്യാറായി എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ അങ്ങേക്കും ജനം ടി വിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക. നന്ദി യുവരാജ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൺസേൺ ശ്രീല പ്രഭുപാദർ ആരംഭിച്ചതാണ്. നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതത്തിലോ ഏഷ്യയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ US-ലാവട്ടെ, UK-ലാവട്ടെ, റഷ്യയിലാവട്ടെ, ലോകത്ത് നമുക്ക് പേരറിയാവുന്ന ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ തന്നെയും വലിയ രീതിയിലേക്ക് വളർന്നു കയറുവാൻ വേണ്ടിയിട്ട് ഇസ്കോണിന് സാധിച്ചിട്ടുണ്ട്. ഇത് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ ശാന്തമായിട്ട് ഒരു തരത്തിലുള്ള ബഹളങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കിടമത്സരത്തിനോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലും അടച്ചിട്ട മുറികളിൽ നിന്നുകൊണ്ട് ഗുപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുമല്ല. അവർ തെരുവീഥികളിലും എല്ലായിടത്തും ഭജന പാടിയും നൃത്തം ചെയ്തും മധുരം വിതരണം ചെയ്തും മന്ത്രം ജപിച്ചുമൊക്കെ, മഹാമന്ത്രം ജപിച്ചുമൊക്കെ അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ബംഗ്ലാദേശിലെ തലപ്പത്തിരിക്കുന്ന ആൾ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കാൻ പോയതിൻ്റെ പേരിൽ മറ്റൊരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസി അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ലോകത്ത് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് സോറോസ് ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ചില ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് റൺ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പപ്പറ്റായിട്ടുള്ള ആൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് സർവ്വജനാധിപത്യ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ ആഘോഷം നടത്തിയ ഒരു മതേതര വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഡോട്ടഡ് അലയൻസ് ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി, ആ മുന്നണിക്കകത്തുള്ള എല്ലാവരും തന്നെ ചേർന്നുകൊണ്ടായിരുന്നു. ഈ ഇവിടുത്തെ ചില കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ പറഞ്ഞത് നരേന്ദ്രമോദിക്കാണ് അടുത്ത ഷെയ്ഖ് ഹസീനയുടെ അവസ്ഥ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ബൈഡനും കമലാ ഹാരിസും സോറോസും എല്ലാം കൂടെ ഞങ്ങളുടെ ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രി കസേരയിൽ ഇതുപോലെ ഇരുത്തി തരും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവർ സന്തോഷിച്ചത് എന്തിനാണ്? ഇതുപോലെ ഇത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് RSSകാരനെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാഘോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ രാഷ്ട്രീയമായ വിരോധം കൊണ്ട്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യുന്നതാണെന്ന്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അവർ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ ബോംബ് പൊട്ടാൻ പോയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നുള്ള ആക്ഷേപമൊന്നും ആർക്കും തന്നെ ഇല്ല. അവരുടെ പേരിൽ അങ്ങനെ വയലൻസിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലോ തന്നെയുള്ള ഒരു ചാർജും ലോകത്ത് ഒരു ഭാഗത്തും തന്നെ ഇസ്കോണിനെതിരെ നിലനിൽക്കുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസാരിച്ച അദ്ദേഹത്തിനെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്കോണിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ തെക്കാടായിരുന്നു ഇസ്കോണിൻ്റെ ഇതുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ പരിചയപ്പെടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം പല ഹിന്ദു സന്യാസി മഠങ്ങളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഷ്ട്രീയത്തിലോട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇസ്കോണിൻ്റെ ആൾക്കാരും തന്നെ
ഇതുവരെയും അങ്ങനെ ഒരു ശ്രമം പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അവരേതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ലോകത്തെല്ലായിടത്തും അവരങ്ങനെയാണ്. പക്ഷേ എന്നിട്ട് പോലും അവരാക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രതിപക്ഷമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അവരെല്ലാവരും സ്റ്റൺ സൈലൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പലസ്തീന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നവർ ഇസ്കോണിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മടിക്കുന്നത്? അപ്പോൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി എന്നാണോ ഇവരെല്ലാവരും ധരിക്കുന്നത്? അത് അവിടെ നിന്നോട്ടെ, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് അവരുടെ വശമാണ്, നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം ഇളക്കി വിടുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത് മറ്റ് ചിലർക്ക്, അത് തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന് കൊടപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ അതേ വീണ്ടും ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കുകയും അങ്ങനെ അട്ടിമറിച്ചതിന് ശേഷം അവരുടെ ഒരു പപ്പറ്റിനെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടും ഈ തീവ്ര ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് ഉള്ള കുടപിടിക്കലായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വർത്തമാനകാലത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ട, വർത്തമാനകാലത്തിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഒന്നാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, നമ്മുടെ അയൽരാജ്യത്തെ ഹിന്ദുക്കൾ ന്യൂനപക്ഷ വിഭാഗം വേട്ടയാടാൻ വിധിക്കപ്പെട്ടവരാണോ? നമ്പ്യാരെ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് പെട്ടെന്ന് ഉത്തരം നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ വർത്തമാനകാല സംഭവ വികാസങ്ങൾ അങ്ങനെ ഒരു ഭയപ്പെടുത്തലിന്റെ രൂപത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ ആഗസ്റ്റ് 6-ാം തീയതിയാണല്ലോ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ബീഗം എന്താ പറയുക ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് നമ്മുടെ രാജ്യത്ത് അഭയം തേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അതിനുശേഷം ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അതിനെ അപലപിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഒരു ധരിച്ചത്, ഇവിടെ ഗോകുൽ യുവരാജ് പറഞ്ഞതിന്റെ ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ധരിച്ചത് ശ്രീ മുഹമ്മദ് യൂനിസിനെ പോലെ ഒരാള് അവിടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുമ്പോൾ, കാരണം അദ്ദേഹത്തിന് ഇന്ത്യയുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളയാളാണ്, അങ്ങനെ ഒരാൾ അവരോധിക്കപ്പെടുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയുണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മളുടെ എല്ലാം പ്രതീക്ഷ. പക്ഷെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടെ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്കോണുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ബംഗ്ലാദേശിലെ തലവൻ ചിന്മയ് കൃഷ്ണദാസ്, അദ്ദേഹത്തിന്റെ പേരിൽ സെഡീഷ്യസ്, അതായത് രാജ്യദ്രോഹ കുറ്റം വരെയാണ് ചുമത്തി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോ ഞാൻ എന്റെ ചർച്ച ആരംഭിക്കുമ്പോൾ ഞാൻ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റെസിഡന്റ് എഡിറ്റർ ശ്രീ പ്രഫു ചൗള, അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ഒരു ലേഖനം, ഇന്നലത്തെ ലേഖനം, ആ ലേഖനത്തിന്റെ തലക്കെട്ട് യൂനുസ് മസ്റ്റ് ഫേസ് മോഡി ട്രംപ് റാത്ത്. യൂനുസ് മസ്റ്റ് ഫേസ് മോഡി ട്രംപ് റാത്ത്. അതായത് അതിൽ അദ്ദേഹം ആ ലേഖനത്തിൽ അദ്ദേഹം ഈ യൂനുസിനെ കുറിച്ച് തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, വാക്കല്ല ഒരു വാചകം. ദ സൈറ്റേഷൻ ഓഫ് യൂനുസസ് നോബൽ റീഡ്സ് എവറി സിംഗിൾ ഇൻഡിവിജ്വൽ ഓൺ എർത്ത് ഹാസ് ബോത്ത് ദ പൊട്ടൻഷ്യൽ ആൻഡ് ദ റൈറ്റ് ടു ലീവ് എ ഡീസന്റ് ലൈഫ് അക്രോസ് കൾച്ചറൽ ആൻഡ് സിവിലൈസേഷൻ. അപ്പൊ അതിനുശേഷം ഈ ബുക്കിൽ നിന്നുള്ള കോട്ടിംഗ് ആണ് പ്രഭു ചൗള പറയുന്നത്. യൂനുസ് ആൻഡ് ഗ്രാമീൺ ബാങ്ക് ഹാവ് ഷോൺ ദാറ്റ് even the poorest of the poor can work to bring about their own development. അപ്പോ അദ്ദേഹത്തിന് നൊബൽ സമ്മാനം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ ലോകത്തെ ഉത്തേജിപ്പിച്ചിട്ടുള്ള, കാരണം ലോകത്തിലെ പാവങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്കും അവന്റെ കൾച്ചർ ഏതാകട്ടെ, സംസ്കാരം ഏതാകട്ടെ, അവർക്ക് ഡീസന്റ് ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഗ്രാമീൺ ബാങ്കുകളുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയൊക്കെ അദ്ദേഹം വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത്, അനുഭവത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളും അല്ലെങ്കിൽ നൊബേൽ സമ്മാനത്തിന് ആധാരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പ്രവൃത്തിയും ഇപ്പോഴും, ഒരുപക്ഷെ വയസ്സ് 54 ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആഗ്രഹിക്കാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ആളാണ്. ഒരുപക്ഷെ അതിന്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാള് ലോകത്തിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ആളുകൾക്ക് അവർക്കും ജീവിക്കാനുള്ള സാഹചര്യം, ലോകത്തിലെ ഏത് കൾച്ചറും സംസ്കാരവും ആയിക്കൊള്ളട്ടെ, അവർക്കെല്ലാം ഡീസന്റ് ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ
അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഇപ്പോ വർത്തമാനകാലത്ത് പല വാട്സാപ്പ് മെസ്സേജുകളും ഒക്കെ നമ്മൾ കാണുന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് ചരിത്രത്തിൽ ഉണ്ടായ തെറ്റുകൾ. ഇപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, രണ്ടാം ലോകമഹായുദ്ധവും ഒന്നാം ലോകമഹായുദ്ധവും ഉണ്ടാകാതിരുന്നുവെങ്കിൽ 4.5 കോടി ആളുകളാണ് 2 ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ടത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബാർഡ്മെന്റിന്റെ ദുരന്തം എത്രയോ തലമുറകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അത് ഉണ്ടാകാതിരുന്നു എങ്കിൽ. പക്ഷെ ഉണ്ടായിപ്പോയി. അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിപ്പോയ ചില ദുരന്തങ്ങൾ, ലോകത്തിലെ 10 ദുരന്തങ്ങളിൽ ഒന്ന് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യ വിഭജനം. ആ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴും നമ്മുടെ 2 അയൽ രാഷ്ട്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ നിരാശപ്പെടുത്തുന്നത്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് അവിടെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള വലിയ അടിച്ചമർത്തൽ ഉണ്ടായപ്പോൾ ആ അടിച്ചമർത്തലിനെ ചെറുത്തു നിന്നുകൊണ്ട് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടിയും പിന്നെ അവിടെ രൂപം കൊണ്ട മുക്തി ബാഹിനിയും അതിനെ സഹായിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ എത്രയോ സൈനികർ അവരുടെ ജീവൻ ബലി കൊടുത്തും 35 ലക്ഷം ആളുകളുടെ മരണത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ രാജ്യം അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും അവരെ ആരാണോ അവരുടെ പിറവിക്ക് സഹായിച്ചത്, അവരുടെ സ്വതന്ത്ര മുന്നേറ്റത്തിന് സഹായിച്ചത്, ആ രാജ്യത്തിനെതിരെ നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ആ രാജ്യത്തെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച, അത് സങ്കടകരമാണ്. ഞാൻ അതിന് പരിഹാരം ശ്രീ പ്രഭു ചൗള അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 1ാം ഫേസ് അവസാനിപ്പിക്കാം. മോദി മസ്റ്റ് യൂസ് ഹിസ് ഗ്ലോബൽ സ്റ്റാച്ചർ to isolate a communal Bangladesh. It is its new leaders preach to India to recalibrate their policy instead of crying foul on their issue. Accept the fact that Bangladesh has moved on and you എന്ന് പറഞ്ഞ നമ്മൾ move on to. Modi should definitely, അതാണ് ആ വാക്ക്, Modi should definitely retaliate by moving faster and leverage his friendship with Donald Trump to withdraw American support to an extremist Yunus establishment. അപ്പോ ഇവിടെ പന്ത് തീർച്ചയായും മോദിയുടെ കോർട്ടിലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രീ മോഡിയുടെ അദ്ദേഹത്തിന്റെ ആഗോളതലത്തിൽ അദ്ദേഹമുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ പ്രതിഭാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് നടപടികൾ സ്വീകരിക്കാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഒന്ന്, 25% വൈദ്യുതി ബംഗ്ലാദേശിന് ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ ജലത്തിന്റെ സിംഹഭാഗവും നമ്മുടെ നദികളിൽ നിന്ന് തുറന്നു വിട്ടാലാണ്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 15 കൊല്ലമായി ഇന്ത്യയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് $15 ബില്യൺ സബ്ജക്ട് ടു കറക്ഷൻ. $15 ബില്യൺ വികസന പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ 15 വർഷമായി ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, നമ്മൾ ബംഗ്ലാദേശിനെ ഞെരിക്കേണ്ട ഒരു സമയം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഇല്ല എങ്കിൽ അവർക്ക് അവിടെ ശരിയായ രീതിയിൽ, കാര്യം ഇപ്പൊ ചൈനയൊക്കെ അപ്പുറത്തുണ്ട് എങ്കിലും ഇപ്പോ മനുഷ്യനാണ് അതിർത്തി തീർത്തിട്ടുള്ളൂ. പ്രകൃതി വരച്ച ആ അതിർത്തിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സഹായം ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ ശ്രീ പ്രഭു ചൗള പറഞ്ഞതുപോലെ ഇപ്പോൾ മോദി ഇന്ത്യയുടെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഉണരേണ്ടിയിരിക്കുന്നു. ലോകത്തെ നേതാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായോ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ വിരട്ടാനും, മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദു ആകട്ടെ, മുസൽമാൻ ആകട്ടെ, ഹിന്ദു ആകട്ടെ, സിഖുകാരാകട്ടെ, ബുദ്ധിസ്റ്റുകളാകട്ടെ, ക്രിസ്ത്യൻസ് ആകട്ടെ, അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ അത് തടയുവാൻ, ബംഗ്ലാദേശിനെ വിരട്ടാനുള്ള എല്ലാ ആയുധവും ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് നരേന്ദ്രമോദിയുടെ കയ്യിലാണ്. ശ്രീ ജയശങ്കർ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസത്തെ പത്രപ്രസ്താവനയൊക്കെ ആ ഒരു നിലയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഉണരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി വൈകുക എന്നുള്ളത് അത് അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. കാരണം ഇപ്പോ ISIS-ഉം പാകിസ്ഥാനിലെ ISI-യുമാണ് ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ഭയാനകമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകാതെ അവരെ ഇന്ത്യയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ എന്താ പറഞ്ഞ വിരട്ടുക എന്നുള്ള പദമല്ല ഞാൻ ഉപയോഗിക്കുന്നത്, സമ്മർദ്ദത്തിലാക്കി ഈ അവിടുത്തെ സാധുക്കളുടെ ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അവിടെ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ നമ്പ്യാർ.
ബംഗ്ലാദേശ് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്ന് പോയപ്പോൾ മുഖം നോക്കാതെ മതം നോക്കാതെ ബംഗ്ലാദേശികളെ ചേർത്ത് പിടിച്ച പ്രസ്ഥാനമാണ് ഇസ്കോൺ. അപ്പോൾ അവരെ ഊട്ടിയ കൈകളിൽ തന്നെ അവർ ഇപ്പോൾ കുത്തുകയാണ്. യുവരാജ്, കൊൽക്കത്തയിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചോടെ നിവൃത്തികെട്ടാണ് മുഖ്യമന്ത്രി മമത അവിടെയും ഇവിടെയും തൊടാതെ ഒരു പ്രസ്താവന ഇറക്കിയത്. PDP നേതാവ് മെഹബൂബ മുഫ്തി ഭാരതത്തെ കുറ്റപ്പെടുത്തി ബംഗ്ലാദേശിനെ ന്യായീകരിക്കുകയാണ്. ഹിന്ദുവിരുദ്ധ കലാപത്തിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കൾ ഉന്നയിച്ച ആ ഒരു ആശങ്കയ്ക്ക് മറുപടി നൽകിയില്ല. അതായത് പ്രതിപക്ഷം പ്രതികരിക്കുകയൊന്നുമില്ല, പക്ഷേ പന്ത് മോദിയുടെ കോർട്ടിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അല്ല, പന്ത് മോദിയുടെ കോർട്ടിലാണ്. പന്ത് എല്ലാ കാലഘട്ടത്തിലും മോദിയുടെ കോർട്ടിലും തന്നെ ആയിരിക്കും. അതിനകത്ത് ഇനിയിപ്പോൾ സേനാപതി വേണുവിനല്ല കോൺഗ്രസ്സുകാർക്ക് ദീർഘകാലത്തേക്ക് ഇനി അങ്ങോട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം നിങ്ങളുടെ ഇടപെടൽ ഇങ്ങനെയാണെങ്കിലെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, ഞാൻ അതിനകത്ത് നോക്കി വളരെ വിശദമായിട്ട് തന്നെ വരാം. ഒന്ന്, ശ്രീ സേനാപതി വേണു ഇവിടെ സംസാരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് ആസ് എ പൊളിറ്റീഷ്യൻ. ബിക്കോസ് മറ്റ് പലരെയും പോലെ അല്ല അദ്ദേഹം ഇപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ് സംഭവങ്ങളും വർഷങ്ങളും വോട്ടിൻ്റെ കണക്കും പെർസെൻറ്റേജും വരെ ഓർത്ത് വെച്ച് പല സംസ്ഥാനങ്ങളുടെയും വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ആ വിഷയം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, പ്രതീക്ഷിച്ചതുപോലെ തന്നെ. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വരുന്നുണ്ട്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ തുടങ്ങിയപ്പോൾ. അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. നമ്മുടെ ഈ ജോർജ് സോറോസിൻ്റെ മകൻ്റെ ഒരു NGO ഉണ്ട്, എൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓർക്കുന്നില്ല പെട്ടെന്ന്. ഈ ലോകത്തുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഇവരുടെ പ്രധാന പണി. ലോകത്തെ ഏതൊക്കെ ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുമോ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ഇങ്ങനെ പല പേരുകൾ ഇട്ടുകൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇതെല്ലാ രാജ്യത്തും അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും കൈ കഴുകിയിട്ട് അങ്ങ് പോയിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഇതേ പ്രശ്നം നടക്കുന്നുണ്ട്, മോദി വേണമെങ്കിൽ പരിഹരിച്ചോട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിൽ നിൽക്കുന്ന ഗവൺമെൻറ് ഇടപെടാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലുള്ള ഗവൺമെൻറ് ആണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വരുത്തി തീർത്ത് വയ്ക്കുക. ഈ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അൺട്രസ്റ്റിൻ്റെ പുറകിൽ ഇങ്ങനൊരു ഉദ്ദേശവും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ സേനാപതി വേണു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് US പോകുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ശ്രീ രോഹിത് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ടുള്ള സാം പിട്രോഡയോട് രാഹുൽ ഗാന്ധി US സംസാരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തത് സാം പിട്രോഡയുടെ ചോദ്യം ചോദിച്ച രോഹിത് ശർമ്മയെ പിടിച്ച് തല്ലി, അയാളുടെ ക്യാമറ പിടിച്ചു വാങ്ങിച്ചു. അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആളെ ഇറക്കി വിട്ടു. സാം പിട്രോഡയ്ക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. അതുകൊണ്ട് സംഭവിച്ചില്ല എന്നങ്ങ് പറയരുത്, നിഷേധിക്കരുത്, സാം പിട്രോഡയ്ക്ക് മാപ്പ് പറയേണ്ടി വന്ന സംഭവമാണ്. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വാക്ക് പോലും ഈ പറയുന്ന വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ടയ്ക്കെതിരായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ പറയുന്നു പന്ത് മോദിയുടെ കോർട്ടിലാണ്, മോദിയാണ് അതിനോട് ചെയ്യേണ്ടത്, നമ്മളും സമ്മതിക്കാം. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തയ്യാറാകാത്തത്? ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്നത്? നിങ്ങൾ ഈ CAA കാലഘട്ടങ്ങളിൽ, ആ സമര കാലഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ മൈനോറിറ്റീസ് വളരെ സേഫ് ആണെന്നായിരുന്നല്ലോ. ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി അങ്ങേക്ക് അവർ സേഫ് അല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട്? പിന്നെ അങ്ങ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത രാജ്യം എന്താണ് നമുക്ക് എതിരാകുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ അകത്ത് പുറകിലുള്ള മുള്ളു വെച്ചിട്ടുള്ള ധ്വനി, രാഷ്ട്രീയ ധ്വനി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകാത്ത ആളൊന്നുമല്ലല്ലോ നമ്മൾ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ടെന്ന കാര്യം, ആ രാജ്യം നമുക്കെതിരായിട്ടില്ല.
ആ രാജ്യം നമുക്കെതിരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തിരഞ്ഞെടുത്ത സർക്കാരിനെ മറ്റ് ചിലർ ചേർന്നിട്ട് അട്ടിമറിക്കുകയും ഒരു പാവയെ കൊണ്ട് അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വേറൊരു തലത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. അതിൻ്റെ ഉദാഹരണവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള 80% ജനതയും ഈ പറയുന്ന താലിബാന്റെ കടന്നുവരവിനെതിരായിരുന്നു. വിമാനത്തിന്റെ ചിറകിൽ വരെ കയറി ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ മിലിറ്ററൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫണ്ടമെന്റൽ ഗ്രൂപ്പിനെതിരായിട്ട് വെറും കൈയും കൊണ്ട് വെറും നിലത്ത് ചവിട്ടി നിൽക്കുന്ന ജനതയ്ക്ക് പോരടിച്ച് നിൽക്കാൻ കഴിയില്ലെന്നേ. ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗം വ്യക്തമായിട്ടുള്ള വിദേശ പിന്തുണയോടുകൂടി അവരുടെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പപ്പറ്റിനെ കൊണ്ട് അവിടെ വയ്ക്കുകയും അയൽ രാജ്യത്ത് കിടക്കുന്ന നമ്മുടേതായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അതിന് കൈയടിക്കുകയും ഈ പറയുന്ന മനുഷ്യൻ എന്തോ ഈ പറയുന്ന നമ്മുടെ ഞാൻ കുറച്ച് പറയുകയല്ല, അദ്ദേഹത്തിന് ഈ മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് മൈക്രോ ഫൈനാൻസിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഈ പറയുന്ന മൈക്രോ ഫൈനാൻസ് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പറയുന്ന കുറേ പപ്പറ്റുകൾക്ക് ലോകത്ത് മുഴുവൻ ഈ പറയുന്ന നോബൽ സമ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടേതായ കുറേ ജിഹ്വകളെ ഈ പറയുന്ന പല രാജ്യങ്ങളിലും സൃഷ്ടിച്ചു വയ്ക്കുകയും പിന്നീട് ഒരു സമയം വരുന്ന സമയത്ത് അവരെ എടുത്ത് വളരെ എന്തോ മഹത്തായ ആൾക്കാരാക്കി പ്രതിഷ്ഠിച്ചതിന് ശേഷം അടിയിൽ കൂടെ ഈ പറയുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഹിന്ദു വേട്ടയും ഒക്കെ നടത്തുവാനാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. പകരം എന്താണ്, അമേരിക്കയിൽ കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയാണ്, എന്താണ്, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്, ഞങ്ങൾ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ പറയുന്ന അവാമി ലീഗിനെതിരായിട്ട് നിൽക്കുന്ന വേറൊരു വിഭാഗവും പറയും, ഞങ്ങളിവിടെ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതേ ടോണി സംസാരിക്കുന്ന ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ അണികളും നമ്മുടെ നാട്ടിലും ഉണ്ട്. ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ മോദി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ ഇലക്ഷൻ ഉണ്ടാകില്ല, ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മുഖം അല്ലാത്തതിന് കണ്ണാടിയുടെ കുറ്റം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് ഒരേ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ബ്രെയിന് ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ ജിഹ്വകളായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി വളരെ വ്യക്തമായിട്ട് കയറി വന്നതുകൊണ്ട് മാത്രം ഇവിടെ അത്തരം കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങയോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും ഉറപ്പായിട്ടും എനിക്ക് 100% ഉറപ്പുണ്ട് ഷെയ്ഖ് ഹസീന തന്നെ ആയിരിക്കും വീണ്ടും ജയിച്ചിട്ട് അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്കൊക്കെ ഇന്ത്യ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ആർക്കെതിരെ യുദ്ധം ചെയ്യും? ആർക്കെതിരെ യുദ്ധം ചെയ്യും? അത് ചോദ്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് നമുക്കറിയാം ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന വിങ്ങിനെതിരെ അല്ലെങ്കിൽ ആ ഭാഗത്തിനെതിരെ നമുക്ക് കൃത്യമായിട്ട് അടിച്ചാൽ മതി. ഇതിപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ പ്രഷറോടുകൂടി തന്നെയാണ് നടക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നടക്കും. ലോകത്തിൻ്റെ ശാക്തിക ചേരികൾ അത് കൃത്യമായിട്ടൊന്ന് വന്നോട്ടെ, അതിനൊരൽപ്പ ടൈം എടുക്കുമായിരിക്കും. പക്ഷേ അത് നടക്കാതെ പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എവിടെ പോയി ഈ വിഷയത്തിൽ? അത് അങ്ങ് മറുപടി പറയേണ്ടതാണ്. പ്രതിപക്ഷം എവിടെ പോയി? പ്രതിപക്ഷ നേതാവ് എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എങ്കിൽ അദ്ദേഹം പറയണ്ടേ? പറയുന്നില്ലല്ലോ. ഇനിയെങ്കിലും അദ്ദേഹം വാ തുറക്കാൻ തയ്യാറാവുമോ? യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, യുവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബംഗ്ലാദേശ് ജനത അവിടുത്തെ ഹിന്ദുക്കൾക്ക് എതിരല്ല. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇസ്ലാം ഭീകരർ ആണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സോണിയ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രിയങ്ക ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? നിങ്ങൾ ആ സമ്പൽ വിഷയം ഉയർത്തി കാണിച്ച് എത്ര ദിവസമാണ് പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചത്? എന്തുകൊണ്ട് ഈ ഹിന്ദു വംശഹത്യക്കെതിരെ പാർലമെൻറ്റിൽ ഒരക്ഷരം മിണ്ടിയില്ല? അറിയാൻ ആഗ്രഹമുണ്ട്. നമ്പ്യാരെ ഒരുപക്ഷെ നമ്പ്യാരത് കേൾക്കാത്ത അല്ലെങ്കിൽ കേട്ടില്ല എന്നുകൊണ്ടാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഈ ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങളെ കുറിച്ച് എത്രയോ പ്രാവശ്യം
അവർ പ്രമേയത്തിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എത്രയോ പ്രാവശ്യം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും നേതാക്കളും വർക്കിംഗ് കമ്മിറ്റിയിലും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചോ അഡ്വക്കേറ്റ് സേനാപതി വേണു? പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചോ? അല്ല, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ ബഹുമാന്യായ തിരുവനന്തപുരം MP ശ്രീ ശശി തരൂര് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ ഈ കാര്യത്തിൽ പറയുകയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതോടൊപ്പം ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ട അത് അത്യന്തം ഭയാനകമാണെന്നും അത് അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും സമ്പൂർണമായ പിന്തുണയും കൊടുക്കുമെന്ന് പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി. അപ്പോ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം വളരെ സുതാര്യമായ നിഷ്പക്ഷമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ കാര്യത്തിൽ പിന്തുണ കൊടുക്കുമെന്ന് എല്ലാ ഘട്ടങ്ങളിലും കഴിഞ്ഞ ആഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ. പിന്നെ പിന്തുണ കൊടുത്തോ? എങ്ങനെ? ഹമാസിന് നിങ്ങൾ കൊടുത്ത പിന്തുണ നമ്മള് ഈ വിഷയത്തിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലിബിയ, സിറിയ, എത്യോപ്യ, ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഇപ്പൊ വംശീയ കലാപങ്ങളും വംശീയ ഹത്യകളും. ഇന്നിപ്പോ നമ്മൾ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സിറിയയിലെയാണെന്ന് തോന്നുന്നു, അത് ലിബിയയിലോ, 2 വംശങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായി. പിന്നെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞതിൽ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചു. ഒരു യുദ്ധത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻശക്തി അതിന്റെ ലോകരാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിലൂടെ, ഇറ്റ് ഈസ് നോട്ട് എ വാർ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, $15 ബില്യൺ വികസന പ്രവർത്തനങ്ങൾ അതിപ്പോഴും നമ്മൾ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നു. 25% വൈദ്യുതിയും ബംഗ്ലാദേശിലേക്ക് കൊടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ വെള്ളം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 60%, സബ്ജക്ട് ടു കറക്ഷൻ, അത് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദികളിൽ നിന്നാണ്. ഈ അന്താരാഷ്ട്ര നദീജല കരാർ വഴി അവർക്ക് നമ്മൾ ഈ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കാൻ നമുക്ക് കഴിയും. അത് തന്നെയാണ് ശ്രീ പ്രഭു ചൗള ചൂണ്ടിക്കാണിച്ചത്. അല്ല, യുദ്ധത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ യുദ്ധമല്ലല്ലോ പ്രശ്നം. പിന്നെ രണ്ടാമത് അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനത അവര് ഇന്ത്യക്കെതിരല്ല. ഈ ചില വിധ്വംസക ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്തുടനീളം അല്ലെ ലോകത്തിലുടനീളം ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ശക്തികൾ, അവരുടെ പ്രേരണ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ഭൂട്ടോ ഒരിക്കൽ പറഞ്ഞത് 1000 കൊല്ലം ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പോയിട്ട് ഇപ്പൊ 75-78 കൊല്ലമായുള്ളൂ. അപ്പോ ഈ ബംഗ്ലാദേശിന്റെ ലിബറേഷനും കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയുടെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്ന 1000 കൊല്ലം ഇന്ത്യക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ളതാണ്. അപ്പോ അവരവരുടെ തീവ്രവാദ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി, ഇന്റർ സർവീസ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ ISI ഈ സംഘടനകളും അതിന്റെ ആശയങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ സൈന്യത്തിന്റെ ഇടയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ആ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ജനറൽ ഖാലിദ സിയയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഷെയ്ഖ് ഹസീനയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സൈനിക മേധാവി, അദ്ദേഹത്തിന്റെ പേര് വഖാറുസുമാൻ ആണ്. അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സൈന്യം ഈ ഇത്തരത്തിലുള്ള നടപടികളെ അടിച്ചമർത്തുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നത്. കാരണം നമ്മൾ ഈ കാര്യത്തിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെയും അവാമി ലീഗിന്റെ നേതാക്കളെയും ഒക്കെ വളരെ മൃഗീയമായ രീതിയിൽ, കാരണം ധാക്ക പട്ടണത്തിലെ 26 നിലയുള്ള ഒരു ഹോട്ടല്, അത് അവാമി ലീഗിന്റെ നേതാവിന്റെ ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടൽ സമുച്ചയം തന്നെ കത്തിച്ചത്, അവരുടെ നിരവധി നേതാക്കളെ ആക്രമിച്ചത്, കൊലപ്പെടുത്തിയത്, അതെല്ലാം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏകപക്ഷീയമായി ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഈ സംഘടന ഇസ്കോണിന് നേരെയും ഫേസ്ബുക്ക് നോക്കുകയായിരുന്നു.
സമീപകാലത്തും അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് കണ്ടില്ല കേട്ടോ. ആ സമ്പൽ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നീണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ല, ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കും കൃത്യമായി അദ്ദേഹം ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കൃത്യമായ ഉത്തരം കൊടുത്തു, ക്യാമറ തല്ലിപ്പൊളിച്ചുണ്ട്. അതൊക്കെ നിങ്ങളുടെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. അല്ല, ഞാൻ വ്യാഖ്യാനമാണോ ശ്രീ സേനാപതി വേണു? വ്യാഖ്യാനമാണെങ്കിൽ പിന്നെ എന്തിനാ സാംബിട്രോടെ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായത്? അല്ല, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സാർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് രോഹിത് ശർമ്മ ചോദിച്ച ചോദ്യം ബംഗ്ലാദേശ് ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമോ എന്നായിരുന്നു. അതിനാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിച്ചത്, അദ്ദേഹത്തിന്റെ ക്യാമറ തല്ലി പൊളിച്ചത്. ഞാൻ ചോദിക്കുന്ന പിന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ പോരെ, സാംബിട്രോടെയല്ലോ ചോദിക്കുന്നത്. സാംബിട്രോടെയാണല്ലോ അവിടെ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. സാംബിട്രോടെയോട് ചോദിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസറായ സാംബിട്രോടെയോട് ചോദിക്കുമ്പോൾ മറുപടി പറയാമോ? മറുപടി പറയുന്നതിന് പകരം കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചോദിച്ച ആളെ കയ്യേറ്റം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണം എന്ത് പ്രസംഗിക്കരുത് എന്നൊന്നും തീരുമാനിക്കുന്നത് സാമ്പത്രോദയല്ല. അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്ന PR ഏജൻസിയുടെ പണിയായിരിക്കും അല്ലേ? PR ഏജൻസി എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന പല ആളുകളും ഉണ്ടല്ലോ. വിദേശത്ത് പോയി അവർക്ക് പേപ്പർ തെറ്റിപ്പോകുന്നതും പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് മാറിപ്പോകുന്നതും ഒക്കെ പേപ്പർ മാറിപ്പോകുന്നതും പ്രസംഗം തെറ്റിപ്പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഏത് ചോദ്യത്തിനും ഒരേ ഉത്തരം പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെ പറയുന്ന ആൾക്കാരും. അല്ല, ഏത് ചോദ്യത്തിനാണ് പണ്ട് അർണബ് ഗോസ്വാമി നടത്തിയൊരു ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാ ചോദ്യത്തിനും ഒരേ ഉത്തരം. യുവരാജ് ചോദ്യത്തിന് ഉത്തരവേലും പറയുന്നുണ്ടല്ലോ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ലാത്ത ചില ആളുകളുണ്ടല്ലോ. അല്ല, ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഉത്തരം ഉണ്ടല്ലോ. ഏത് ചോദ്യത്തിലാണ് ഉത്തരം പറയാതെ പോയത്? അല്ലാണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും ഒരേ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതേ അതിലേക്ക് നമുക്ക് വരാം. അല്ല, ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ആളുകള് അതുണ്ടല്ലോ. ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളാ ഉള്ളത്? എനിക്കറിയില്ല അങ്ങനെ ഒരാളെ. ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളാ ഉള്ളത് സാർ? അല്ല, യുവരാജ്, ചില നേതാക്കൾ ചോദ്യമൊന്നും അനുവദിക്കുന്നില്ലല്ലോ. അവർ റേഡിയോയിൽ അങ്ങോട്ട് പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. അങ്ങേക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ ആരാന്ന്? അല്ല, നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നവർ അവർ പഴയ ഭരണകക്ഷിയുടെ ആളുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആളുകളും ഒക്കെ ഒരേ രീതിയിൽ അവർ ആക്രമിക്കപ്പെടുന്നു. അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ പൊളിറ്റിക്കൽ അസൈലം തേടിയിരിക്കുന്നത്. അപ്പോ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷം അപ്പുറത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെ അതിശക്തമായി അപലപിച്ചിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ കാര്യത്തിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞത് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആ കാര്യം അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. യുവരാജ്, അല്ല സാർ, പ്രതികരിച്ചു എന്നുള്ള കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങീ പറയുന്നത് പോലെ തന്നെ രണ്ടാം നിരയിലുള്ള കുറച്ച് ആൾക്കാരെ ഇറക്കി നിർത്തിയിട്ട് ഒഴുക്കം വെട്ടലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. നമ്മൾ ആ പ്രതികരണത്തെക്കുറിച്ച് തപ്പിക്കഴിഞ്ഞാൽ, അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ കയ്യിലേക്ക് വരുന്ന തലത്തിലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. ഇപ്പം അങ്ങയോട് ശ്രീ അനിൽ നമ്പ്യാർ ഞാനും ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹമാസ് ആക്രമിക്കപ്പെടുന്നത് പോലെ പലസ്തീൻ ആക്രമിക്കപ്പെടുമ്പോഴുള്ളതുപോലുള്ള അങ്ങ് അതിശക്തമായി അപലപിച്ചു എന്നൊന്നും പറയരുത് സാർ. അതിശക്തമായിട്ടൊന്നും ആ തരത്തിലുള്ള അപലപനമൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തില് നിയമസഭയ്ക്കകത്ത് വരെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അപലപിക്കുന്ന തലത്തിലേക്കാണ് പലസ്തീൻ വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അല്ല, അത് അവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ 10-1 ഒരു ഫോഴ്സോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും മത്സരിക്കുന്നതും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അവരുടേതായ വോട്ട് ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ ആരെയും പിണക്കുന്നതിനോട് താല്പര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങ് സിറിയയിലെയും അവിടുത്തെ കാര്യം പറഞ്ഞു. ശരി, നിങ്ങൾ പലസ്തീനിൽ ആൾക്കാർ ചെയ്തപ്പോൾ നിങ്ങൾ അപലപിച്ചു, ബംഗ്ലാദേശിൽ നിങ്ങൾ അപലപിച്ചു എന്ന്. എന്നാൽ പിന്നെ നിങ്ങൾ എന്താ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറിയയുടെ കാര്യത്തിൽ എന്താ അപലപിക്കാൻ പോകാത്തെ? നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് സിറിയയിലെ കാര്യത്തിൽ എന്തിനാ അപലപിക്കാൻ പോകാത്തെ?
അപ്പോൾ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയൊന്നുമല്ല. ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് വേറെ പ്രത്യേകമായിട്ടുള്ള കരുതൽ തന്നെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ പലസ്തീനിൽ കൊടുക്കുന്ന ആ കരുതലുണ്ടല്ലോ, ആ കരുതലിൻ്റെ അതേ ഇൻറ്റൻസിറ്റിയിലല്ല, അതിൽ മുകളിലുള്ള ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ കൺസേൺ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാണ്ട് ഒഴുക്കം മട്ടിൽ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകേണ്ടതല്ല എന്ന് അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒരൊറ്റ കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി തന്നെ പല കമ്പനീസും അവിടെ പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 60-70% അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റിയൊക്കെ കട്ട് ചെയ്യുന്ന സാഹചര്യം ഇതിനോടകം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങും ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരല്ല, ചില ഫണ്ടമെന്റലിസ്റ്റുകളാണ് നമുക്കെതിരായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഫോഴ്സസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനതയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ ജനത ഉൾപ്പെടെ നമുക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവുകയും വേണം എന്നാണ്. അങ്ങനെ ഒറ്റയടിക്ക് അവിടെ കുടിവെള്ളവും കറണ്ടും എല്ലാം കൂടി ഇന്ത്യ കട്ട് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനതയുടെ മനസ്സിനകത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പാവും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മുഖങ്ങളും അവരുടെ നേതാക്കളും ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം. സ്വാഭാവികമാണ് അതൊക്കെ. നിങ്ങൾ കൂട്ടുകക്ഷിയാകുമ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവരുടെ ജിഹ്വയായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ പലരും പ്രവർത്തിക്കും. നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല. എടുപിടിന്ന് ഭാവിയിൽ ചിലപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരെ പോകേണ്ടി വരും ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നും പറയുന്നില്ല. ഓക്കെ, എന്തായാലും കോൺഗ്രസിൻ്റെ വീര്യം കുറഞ്ഞ പ്രസ്താവനകളിൽ, സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നും ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സസിനെ കുറിച്ച്, അതായത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല, പ്രതിപാദിച്ചിട്ടില്ല. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അനിഷ്ട സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസം കഴിയുന്തോറും. ഇപ്പോൾ നമ്മൾ തന്നെ ഈ വിഷയം എത്ര ദിവസമായി ചർച്ച ചെയ്യുന്നു, മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് സേനാപതി വേണു നിർദ്ദേശിച്ചത് മോദി ഒന്ന് ആഞ്ഞു പിടിക്കണം എന്നാണ്. മോദി ആഞ്ഞു പിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഈ വിഷയം ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ കാണുന്ന ഒരു വളരെ മികച്ച തരത്തിൽ നിലനിൽക്കുന്ന ഒരു ഇരട്ടത്താപ്പ്, അതാണ് ഇവിടെ നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു വിഷയമുണ്ട്, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നത് എന്നൊരു ധ്വനി. ഇവിടെ ഒരു വാട്ട് അബൌട്ടറി എന്ന് നമ്മൾ പറയും. അതായത് അപ്പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ പ്രശ്നം നടക്കുന്നില്ലേ, സിറിയയിൽ ഇന്നലെയും കൂടി ആളുകൾ പ്രശ്നം ഉണ്ടായി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും, ഇഷ്ടംപോലെ കാണും. അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞു വെക്കാമെന്ന് വിചാരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. ഇവിടെ ഒക്ടോബർ 7 ഇസ്രായേലിൽ ഒരു വിഷയം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അവിടെ തിരിച്ച് ഹമാസിനെ തുരത്തുക എന്ന കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി അവിടെ ഹോസ്റ്റേഴ്സിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവിടെ യുദ്ധം തുടങ്ങി. അതിനുശേഷം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിലവിളിയാണ്. ആ നിലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ പ്രശ്നങ്ങളാണ്, പിന്നെ കുട്ടികളെ കൊല്ലുന്നു. അതുപോലെ അവിടുത്തെ പോരാളികളോടൊപ്പം എന്ന് പറഞ്ഞ് ഹമാസിന് വരെ ഐക്യദാർഢ്യം, ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ ആ ചോദ്യത്തിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് കേട്ടോ അന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിക്കണം. ഇന്ന് ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ സിറിയ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തെ രാജ്യം, ആ ഒക്ടോബർ 7 ശേഷം നടന്നുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്, സമാന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതേ സമയം നടക്കുന്ന പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനു മുന്നേ തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ തീരാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെയാണ്. അതിലേറ്റവും പ്രധാനം ഒന്ന് അഫ്ഗാനിസ്ഥാൻ. അവിടെ ഈ ഒക്ടോബർ 7 ശേഷം അവിടെ ബുദ്ധിമുട്ട് നടക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനിൽ അവിടെ കുട്ടികൾ, പെണ്ണുങ്ങൾ അവിടെ താലിബാന്റെ തല്ലേറ്റ് അവിടെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ രാജ്യം അർമേനിയ, അസർബൈജാൻ. ആ ഒരു പ്രദേശത്ത് അവിടെ നമ്മുടെ നാഗോർണോ കറാബക്ക ഒരു സ്ഥലം, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ട് മുസ്ലിങ്ങൾ അവിടെ അർമേനിയക്കാരെ അവിടെ വംശീയ ഉന്മൂലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ നാട് വിട്ട് ഓടേണ്ടി വന്നത്. അതിനെക്കുറിച്ച് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന സംഗതി അവിടെ നടക്കുന്നത്. അതിനുശേഷം ബുർക്കിന ഫാസോ. ഞാൻ ഇനി പറയുന്നതൊക്കെ അങ്ങ് ഓടിച്ച് പേര് മാത്രമേ പറയൂ, കാരണം നടക്കുന്നതൊക്കെ ഒരു സാധനം അതിൻ്റെ ഒരു വശത്ത് മുസ്ലിങ്ങളുമാണ്. അതാണ് അതിൻ്റെ ഒരു കോമൺ ഫാക്ടർ. ബുർക്കിന ഫാസോ, കാമറൂൺ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ചാഡ് എന്ന് പറയുന്ന സ്ഥലം, പിന്നെ നമ്മളുടെ
എത്തിയോപ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇറാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഹിജാബിന്റെ പേരിലുള്ള പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇറാഖിലെ പ്രശ്നങ്ങൾ, അതുകൂടാതെ ലെബനോനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ലിബിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മാലിയിൽ, മെക്സിക്കോയിൽ, മൊസാംബിക്കിൽ, അതുപോലെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ. മെക്സിക്കോയിൽ ഒരു ഡ്രഗ് കാർട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്, വയലൻസ് ആണ്. അത് വേണമെങ്കിൽ നമുക്കൊരു ഇസ്ലാമിന് ഒരു ഒഴിവ് കൊടുക്കാം. അതുപോലെ മ്യാൻമറിൽ നടക്കുന്ന അഭയാർത്ഥികളുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ നൈജീരിയ, പാകിസ്ഥാനിൽ. ഇവിടെ ഇത്ര നേരം ഇരുന്ന് ബംഗ്ലാദേശിലെ വിഷയം സംസാരിക്കുമ്പോൾ പോലും ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇവിടെ ഇതേ വിഷയം, അതായത് ബംഗ്ലാദേശിൽ എന്താണോ നടക്കുന്നത്, ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണോ വേട്ടയാടുന്നത്, അത് ആദ്യം തുടങ്ങി വെച്ച് വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ആ പോപ്പുലേഷൻ അവിടെ കുറച്ചു കൊണ്ടുവരുന്നതിൽ വളരെയധികം വിജയിച്ചൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോഴും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന പണി അത് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടിട്ടുള്ള ആളുകളെ നേരിട്ട് കൊണ്ടുവന്ന് നമ്മളുടെ ചാനലിൽ, എൻ്റെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള അനുഭവം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. ഇവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന ആളുകൾ, ഞാൻ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ഇവിടെ വേറെ ആരും പറയുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുക, BJP ആ കാര്യത്തിൽ എപ്പോഴെങ്കിലും പാകിസ്ഥാനിലെ സാധനങ്ങളെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയുള്ളൂ. കാരണം ഇത് എപ്പോഴും തങ്ങൾക്ക് സൗകര്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതെടുക്കുന്നു, അല്ലാത്തപ്പോൾ അത് എടുക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് ആരെടുത്താലും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ രാജ്യവും നമ്മൾ എടുത്തുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറിയയിൽ അത് മാത്രമല്ല ഇതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അവിടെ പല രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വശത്ത് ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു കരുതൽ അവിടെ ഉണ്ടാകുന്നു. ആ കരുതൽ എന്താണ്? അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ, ബംഗ്ലാദേശിലെ വിഷയത്തിൽ പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ SDPയെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും. SDPയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ പല കാര്യങ്ങൾ വേറെയും നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു ഊരാക്കുടുക്കാണ്. ഈ രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾ ഈ മത കൂട്ടങ്ങളെ ഇതേപോലെ തലോടി കൊണ്ട് കൂടെ നടന്നു കഴിയുമ്പോൾ ഒരു ഘട്ടത്തിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്നിപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത അറിയാൻ കഴിയുന്നത്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാനും അവിടെ ISISും തമ്മിൽ പൊരിഞ്ഞടിയാണ്. രണ്ടും ഇസ്ലാമിക കൂട്ടങ്ങൾ തന്നെയാണ്, തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് എന്തിനാണ്? അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് ISISകാർക്ക് താലിബാനെ കണ്ടുകൂടാ. കാരണം അവർക്കൊരു പഷ്തൂൺ, ഒരു നാഷണലിസ്റ്റ് വാദം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ദേശീയത അവർ ഉയർത്തിപ്പിടിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അന്യമാണെന്നും നമ്മൾ അതൊന്നും വെക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവരവിടെ അതിനെ എതിർക്കുന്നത്. മാത്രമല്ല അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും കടന്നിട്ട് കളി കളിക്കുന്നത്, അത് അവിടെ കളിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവർ ഓർഡറുകൾ കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയാൻ മാത്രമല്ല, അതിനെ ബാൻ ചെയ്യേണ്ട സമയം ഇന്ത്യയിൽ അതിക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളും കൂടിയാണ് ഞാൻ. കാരണം അതിവിടെ ബാൻ ചെയ്യണം. ആളുകളുടെ ഇടയിലേക്ക് ഇത്രമാത്രം കാലുഷ്യം, അതുപോലെ ഇത്തരം മതപരമായിട്ടുള്ള ചിന്തകൾ, ഈ മതരാഷ്ട്രവാദത്തിന്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുന്ന, അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ആളുകളെ ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്ന ഒരു പണി, അത് ഏത് കാലം മുതൽ ജമാഅത്ത് ഇസ്ലാമി നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കാം. ഇവിടെ ബംഗ്ലാദേശിന്റെ വിഷയം പറയുമ്പോൾ, റസാക്കേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഹിന്ദു കൂട്ടക്കൊല 1971 നടന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിലെല്ലാം കൃത്യമായ പങ്ക് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നതാണ്, വരച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പങ്ക്. അതുകൊണ്ട് തന്നെ അവർ 1971 ശേഷം, അവരുടെ സ്വാതന്ത്ര്യം ആഘോഷത്തിന് ശേഷം അവർ പിന്നീട് എടുത്ത ഒരു പ്രധാന പണി എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുക. അതിൽ അന്ന് ആ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച്, അതിലെ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ തൂക്കിക്കൊല്ലലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പണി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചോദിക്കുന്ന ഇതാണ്, അങ്ങനെ കൃത്യമായ പങ്കുള്ള ആ കൂട്ടത്തെക്കുറിച്ച്, ആരാണത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ആ ഭാഗം മെൻഷൻ ചെയ്യാതെ ഇങ്ങനെ പോകുന്നത് ഇവിടെയുള്ള ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രശ്നം, അത് ഇപ്പോൾ അവിടുത്തെ ഹസീന ഓടേണ്ടി വന്നത് പോലും ആ രീതിയിലാണെന്ന് പത്രങ്ങൾ പറയുമ്പോൾ പോലും അത് ആ രീതിയിൽ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി മാധ്യമങ്ങൾ ചോദിച്ചില്ല, ഇവിടുത്തെ ഈ രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾ, കോൺഗ്രസിനടക്കം ഇത് ചോദിക്കേണ്ട ബാധ്യതയില്ലേ? ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാന സംഗതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ വിഷയം ചർച്ചയാകില്ലേ? ചർച്ചയാക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇലക്ഷന്റെ ടൈമിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പോപ്പുലേഷന്റെ ഗ്രോത്തും അതിന്റെ ഡിക്ലൈനും സംബന്ധിച്ചിട്ട്. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് കുറവ് സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്നു. എന്നാൽ ഇന്ത്യ മാത്രമാണ് അങ്ങനെ ഒരു
സംഗതി നോക്കുമ്പോൾ അതിനകത്ത് 40% ഗ്രോത്ത് കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കൂടിയതായിട്ട് ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയെ കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വേട്ട എന്ന് പറയാൻ നടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പച്ചയായ ന്യൂനപക്ഷ വേട്ട നടക്കുന്ന 10-20% ഉണ്ടായിരുന്നതിൽ നിന്നും 8%, 7% ഒക്കെ ആയി കുറച്ച് വെച്ചിട്ടുള്ള ഈ ന്യൂനപക്ഷ വേട്ട നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച്, അത് നടത്തുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളരെ ഒരു ഇങ്ങനെ കരുതിക്കുട്ടിയുള്ളൊരു മൗനം, ഇത്രമാത്രം കരുതലോടെയുള്ളൊരു മൗനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താണ് അതിന് ഗുണം കിട്ടുന്നത്? അത് ചെയ്തതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹമാസിനെ വീരപോരാളികളാക്കിയതുപോലെ അതേപോലെ തന്നെയാണോ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെയും ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. കാരണം പച്ചയ്ക്ക് പറയണ്ടേ, തീവ്രവാദികളെന്ന് വിളിക്കാൻ എന്തുകൊണ്ട് മടിക്കണം? ഇതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അത് ഹസീനയ്ക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കും വിളിക്കാൻ സാധിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ മോദി എന്ത് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പറയുന്നു, ഇത് മോദി ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഈ പ്രശ്നം ചർച്ചയാകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ, ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആവശ്യം എന്താണ്? ഈ വിഷയം നമ്മളെ എങ്ങനെ ബാധിക്കും? ഈ വിഷയം നമ്മളെങ്ങനെ ബാധിക്കാതിരിക്കണം? ഇതാണ് നമ്മുടെ ചിന്തയും ചർച്ചയും. അതുകൊണ്ടാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളായ മതത്തെ വരെ നമ്മളിവിടെ എടുത്തു വെച്ച് വിമർശിക്കേണ്ടതായിട്ട് വരുന്നത്. അത് നിഷേധിക്കാനോ അത് ചലഞ്ച് ചെയ്യാനോ ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. സലീം മടവൂർ, അത് തന്നെയാണ് വളരെ പ്രസക്തമായ ചോദ്യം. ബംഗ്ലാദേശിലെ കലാപകാരികളെ പേരെടുത്ത് വിമർശിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നുച്ചരിക്കുന്നില്ല? എന്തിനാണ് നിങ്ങൾ അവരെ ഭയക്കുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ത് പറയുന്നു, SDP എന്ത് പറയുന്നു, അതിനുത്തരം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇന്ത്യ രാജ്യത്ത് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയണ്ട, എന്തുകൊണ്ട് അവർ വിമർശിക്കുന്നില്ല പേരെടുത്ത്? അല്ല, ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യ അവിടെയുള്ള പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഞാനൊരു മതത്തിനെ അല്ല പറയുന്നത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കപ്പെടണം. അത് ലോകത്തെവിടെയായാലും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അപ്പൊ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ക്ഷേത്രങ്ങൾക്കെതിരെ, ചർച്ചുകൾക്കെതിരെ, ബുദ്ധവിഹാരങ്ങൾക്കെതിരെ ഒക്കെ തന്നെ പല സ്ഥലത്തും ആക്രമണം നടന്നു. നേരത്തെ ബംഗ്ലാദേശ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇന്ത്യ ഗവൺമെന്റ് കണ്ണുരുട്ടിയാൽ അപ്പോൾ അവസാനിക്കുന്നതാണ്. ഇന്നത്തെ ഗവൺമെന്റ് വേണ്ട രൂപത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ് അത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത്. ഇപ്പോഴും ഗവൺമെന്റിനെ വെള്ളപൂശാനാണ് ഇവിടെയുള്ള BJPയുടെ പ്രതിനിധിയും മറ്റും ശ്രമിച്ചു, അതേപോലെ തന്നെ മറ്റുള്ള BJPയുടെ നേതാക്കളൊക്കെ പൊതുവെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമുക്കറിയാം 1970-കളിൽ അവിടെയുള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെ കൂട്ടമായിട്ട് അവരെ ഇന്ത്യയിലേക്ക് ആട്ടിയോടിക്കപ്പെടുക അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്നപ്പോൾ നമ്മൾ സൈന്യത്തെ അയച്ചുകൊണ്ട് അവിടെയുള്ള ബംഗ്ലാദേശിനെ വളഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തെ, നിയാസിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പട്ടാളത്തെ വളഞ്ഞ് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പാകെ കീഴടങ്ങി തിരിച്ച് അവരെ കയറ്റിവിട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണ്. ആ ഇന്ത്യയുടെ ശക്തി എവിടെ പോയി? നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ ശക്തി എവിടെ പോയി? നമ്മൾ കണ്ണുരുട്ടിയാൽ നിൽക്കണ്ടേ? ബംഗ്ലാദേശിനോട് കണ്ണുരുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി, ഇല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ഒരു ടാവട്ടമുള്ള ചെറിയ രാജ്യത്തെ നിലക്ക് നിർത്തിക്കൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഗവൺമെന്റ് എന്താ എത്ര കടുത്ത ഭാഷയിൽ പറയുന്നില്ല? അവിടുത്തെ അംബാസിഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് കുറച്ചുകൂടെ കർശനമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടോ? അതുമില്ല. അപ്പൊ ഇതിങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ബംഗ്ലാദേശ് അപലപിക്കണം. അപ്പൊ ഇവിടെ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കിട്ടുമെന്നാണ് അതിൽ നോക്കുന്നത്. ബംഗ്ലാദേശിൽ ഇതാ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൂടെ അതൊരു ചർച്ചയാക്കി നിർത്തുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആളുകൾ മരിച്ചു പോയിട്ട് രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമുണ്ടോ? അവരെ രക്ഷപ്പെടുത്തണം. അവിടെയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം, അവിടെയുള്ള ചർച്ചുകൾ സംരക്ഷിക്കണം, ബുദ്ധവിഹാരങ്ങൾ സംരക്ഷിക്കണം. അതിനൊക്കെ തന്നെ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ള അവിഭക്ത ഇന്ത്യയുടെ ആ ഒരു ഓർമ്മകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ അവിഭക്ത ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും വലിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമല്ല, മുസ്ലിം രാജ്യമല്ല, ക്രിസ്ത്യൻ രാജ്യമല്ല. അപ്പൊ ഇന്ത്യക്ക് ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ നീക്കാം. ഇപ്പൊ അമേരിക്കയൊക്കെ ഇടപെടുന്നതിനേക്കാൾ ശക്തമായിട്ട് ഇന്ത്യക്ക് ഇടപെടാം. കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഒരു മതത്തിന്റെ പേരിലല്ല ഇന്ത്യ ഇടപെടുന്നത്. അപ്പൊ ഇന്ത്യ അവിടെയുള്ള ഏത് മതത്തിനായാലും സംരക്ഷണം കൊടുക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ട്. ആ രൂപത്തിൽ ഇന്ത്യ ഇടപെടണം. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടി ഇടപെടുന്നില്ല. ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സലീം മടവൂർ, എങ്ങനെ ഇടപെടണം എന്നാണ് പറയുന്നത് താങ്കൾ? ഏത് രീതിയിലായിരിക്കണം ഇടപെടണം? അല്ല, അക്രമം അവസാനിപ്പിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ഇടപെടുന്നില്ലെങ്കിൽ ഇന്ത്യ നേരിട്ട് മുമ്പെടുത്ത അനുഭവം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് കുറച്ചുകൂടെ ശക്തമായി, ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി ഡയറക്റ്റ് ഇടപെടും എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കണം. അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.
അറ്റാക്ക് അല്ലല്ലോ, കർശനമായി പറഞ്ഞുകൂടെ? നമ്മളിപ്പോ അതാണ് ഞാൻ ചോദിച്ചത്. അല്ലെന്ത് അറ്റാക്ക് ചെയ്യുന്ന എന്താ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ പുൽവാമ വിഷയം ഉണ്ടായ സമയത്ത് അതിന്റെ ശരി തെറ്റി, അതായത് പുൽവാമയിൽ അക്രമം സ്വയം ഉണ്ടാക്കിയതാണ് പല ആരോപണമുണ്ട്. അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കണം, അതുകൂടെ ഇപ്പൊ ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിർത്തി കടന്നുകൊണ്ട് അവിടെ നമ്മൾ ആക്രമിച്ചില്ലേ? അതിർത്തി കടന്നുകൊണ്ട് ആക്രമിച്ചില്ലേ നമ്മൾ? അല്ല, പറയട്ടെ, അങ്ങനെ ഒരു രാജ്യത്ത് അങ്ങനെ അക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റൊരു രാജ്യത്ത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ നമുക്ക് കടന്നുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് ചെയ്തുകൂടാ? ഇല്ല, അവിടെയൊക്കെ ഈ തീവ്രവാദികൾ അധിവസിക്കുന്ന പോയിന്റഡ് ഏരിയാസ് ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ പറയട്ടെ, നമ്മള് പാകിസ്ഥാനെ അന്ന് ആക്രമിച്ച സമയത്ത് നമുക്കറിയാം 1991 ശേഷം ചില കണക്കുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ 428 400ഓളം ക്ഷേത്രങ്ങള് 91 ശേഷം പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല തരത്തിലുള്ള വിഷയങ്ങളുണ്ടായി. ആ ക്ഷേത്രങ്ങളൊക്കെ തന്നെ അതിൽ പലതും കച്ചവട സ്ഥാപനങ്ങളായി, ടോയ് ഷോപ്പുകളായി, മദ്രസകളായി മാറിയത് പലതും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കെടുത്തുകൊണ്ട് അവ മുഴുവൻ ക്ഷേത്രങ്ങളാക്കി പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത പാകിസ്ഥാനിലെ ഭരണാധികാരിയായിരുന്നു ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ ഒരു മതേതര കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഈ ക്ഷേത്രങ്ങൾ, അതേപോലെ ഇസ്ലാമാബാദിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഹിന്ദു സമൂഹത്തിന് മതേതര കാഴ്ചപ്പാടോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടെ? ആരായാലും നല്ലത് ചെയ്താൽ പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് പരിശോധിച്ച കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇസ്ലാമാബാദിൽ അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കാൻ 10 കോടി രൂപ അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുകയും, അതായത് അതിന്റെ ചെലവിന്റെ ഏതാണ്ട് 4/1 ഗവൺമെന്റ് കൊടുത്ത് അവിടുത്തെ മുസ്ലിം തീവ്രവാദികളായ ആളുകളൊക്കെ തന്നെ ഇസ്ലാമാബാദിൽ ക്ഷേത്രം നിർമ്മിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായ നിലപാടെടുത്തുകൊണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി. തന്നെയല്ല, ഖൈബർ പഷ്തൂൺഖയിൽ അവിടെ ഒരു ക്ഷേത്രം തകർത്തപ്പോൾ അതിനെതിരെ അവർ നടപടി എടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് ശക്തമായ നടപടികൾ, അതായത് പഴയ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോയപ്പോൾ അവർക്ക് ഭരിക്കാതെ ആ മതേതര കാഴ്ചപ്പാടുള്ള ഗവൺമെന്റിന് അല്പമെങ്കിലും ഒരു സമാശ്വാസം കൊടുക്കുന്നതിന് പകരം അവരെ അസ്ഥിരപ്പെടുത്താനാണ് നമ്മുടെ ഗവൺമെന്റ് അന്ന് ശ്രമിച്ചത്. അവിടെയുള്ള നേരത്തെയുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗും അതേപോലെ തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ഒക്കെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും എന്നും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏത് രൂപത്തിൽ ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രം ആക്രമിച്ച ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ പാകിസ്ഥാനിന്റെ രാജ്യത്തല്ല പറയുന്നത്, ഈ ഇമ്രാൻഖാൻ ശ്രമിച്ചത്. ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ നിരന്തരമായിക്കൊണ്ട് ആ രാജ്യവുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി പല ഘട്ടത്തിലും. അങ്ങനെയൊക്കെ ചെയ്ത, അതായത് ക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിയ ആളുകൾക്ക് എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ തകർക്കുന്ന ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്ന ബാംഗ്ലാദേശിനെതിരെ അത്തരം ശക്തമായ നിലപാട് എടുക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് സാധിക്കുന്നില്ല. ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ത്യ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ഇതേവരെ നടന്നിട്ടില്ല. ഗൗരവമായി ഇടപെടുന്നില്ല. അപ്പോഴും നോക്കുന്നത് ഇന്ത്യയിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇടപെടാതിരിക്കുകയാണ്. ഈ BJPയുടെ എപ്പോഴത്തെ ആവശ്യം എന്താണ്? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ചോദിക്കുക, കോൺഗ്രസ് എന്താ പ്രതികരിക്കാത്തത്? ഞാൻ പറയട്ടെ, കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്? രാഹുൽ ഗാന്ധി ആണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അവർക്ക് പറയാം, അവരൊക്കെ പറയുന്നു തേജസ്വി യാദവ് RJDയുടെ എന്ത് പറഞ്ഞു? ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയുടെ തേജസ്വി ഒരു വാക്ക് ഉച്ചരിച്ചില്ല. ശ്രീ സലീം മടവൂർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസ് അല്ല ഇന്ത്യ ഭരിക്കുന്നത്, രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ ഭരിക്കുന്നത്, RJD മുന്നണി അല്ല ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ പലസ്തീന് വേണ്ടി നെഞ്ചത്തടിച്ച് കരയുന്നത്? പറയട്ടെ, എന്ത് പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങളിപ്പോ ഇത്രയും നേരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാനും മിണ്ടാതിരിക്കുകയാണല്ലോ. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങോട്ട്. അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇമ്രാൻഖാൻ എന്ന് പറയുന്ന മതേതരനായ നേതാവിന്റെ വാഴ്ത്തുപാട്ടൊക്കെ അങ്ങ് നടത്തി കഴിഞ്ഞല്ലോ. ഇമ്രാൻഖാനെ എന്തുകൊണ്ട് നമ്മൾ അസ്ഥിരപ്പെടുത്തി, പാകിസ്ഥാനെ എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു എന്നൊക്കെയാണ് അങ്ങ് ചോദിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ്. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ സലീം മടവൂരിന്? ചോദിക്കുന്നതിന് അങ്ങ് ഉത്തരം പറയൂ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല എന്ന അഭിപ്രായം ഉണ്ടോ? ഞാനങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ബംഗ്ലാദേശ് അങ്ങനെ ചെയ്യുന്നു എന്ന് അഭിപ്രായം ഉണ്ടോ? ഞാൻ തികച്ചു പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചാടിക്കളിക്കരുത്.
അല്ല അങ്ങയോട് ചോദിച്ചത് അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരിച്ച് ചോദ്യമോട് ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ് അങ്ങ് 10 മിനിറ്റായിട്ട് സംസാരിക്കുകയല്ലേ? അങ്ങ് 10 മിനിറ്റായിട്ട് സംസാരിക്കുന്ന ആളാണ്. അങ്ങ് പറഞ്ഞത് കൊള്ളത്തരം അങ്ങേക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണോ അല്ലയോ? ഇമ്രാൻഖാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉറിയിൽ ഉൾപ്പെടെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറയാൻ കഴിഞ്ഞോ? നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇതിനിടക്ക് വേണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കേൾക്കാം. നിങ്ങൾ അതിനെ ഭീഷണി വേറെ ആളെ നോക്കണം, മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കണം. നിങ്ങൾ എന്താ മനസ്സിലാക്കി? നിങ്ങൾ ആരാ? നിങ്ങൾ വേറെ ചാനൽ പോയി. അപ്പൊ താങ്കൾക്ക് ഉത്തരവില്ല, അത് പറഞ്ഞിട്ട് താങ്കൾ തുടർന്നോളൂ. താങ്കൾക്ക് ഉത്തരവില്ല, താങ്കൾ അത് പറഞ്ഞിട്ട് താങ്കൾ തുടർന്നോളൂ. താങ്കൾ പറഞ്ഞതിന്റെ പൊള്ളത്തരം താങ്കൾക്ക് മാത്രമല്ല കേട്ടോണ്ടിരുന്നവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്റെ പണി കഴിഞ്ഞു, ഇനി താങ്കൾ ബാക്കി ബ്ലഫ് ചെയ്തോളൂ. നിങ്ങൾക്ക് പറയാനില്ലാത്തത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് അതിന് ഉത്തരം, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. പാകിസ്ഥാൻ അതിന്റെ ജന്മം തൊട്ട് ഇന്നേ വരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യക്കെതിരെ അക്രമം നടത്താനും അത് മത്സരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ എടുത്ത് പിന്നെ വേണ്ട ചർച്ച വേണ്ട. ഞാൻ പറഞ്ഞു. പക്ഷേ ഇതേവരെയുള്ള പാകിസ്ഥാൻ ഗവൺമെന്റുകളിൽ നിന്ന് അല്പം ചില മതേതര കാഴ്ചപ്പാടുകൾ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ അവിടുത്തെ പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായി. നിങ്ങൾ നിഷേധിച്ചാലും ഉണ്ടായി. 408 ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. നിങ്ങൾ അത് തെറ്റാണെങ്കിൽ പറയണം. ഇസ്ലാമാബാദിൽ കൃഷ്ണക്ഷേത്രം നിർമ്മിക്കാൻ അവിടെ 10 കോടി കൊടുത്തുകൊണ്ട് ഭൂമി കൊടുത്തു. അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ അവർ പറയുക, അവരുടെ പ്രസ്താവന തന്നെയുണ്ട്, ഞങ്ങൾക്ക് വളരെ സഹായം. അതായത് ലാൽചന്ദ് മാത്തൂർ എന്ന് പറയുന്ന ഇവരൊക്കെയാണ്, ലാൽചന്ദ് മാത്തൂർ തുടങ്ങിയ അതിന്റെ നേതാക്കള്, ഇവരൊക്കെ തന്നെ നേതൃത്വത്തിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തി. അപ്പൊ ഒരു ചെറിയ മതേതര കാഴ്ചപ്പാട് അയൽ രാജ്യത്ത് ഉണ്ടായാൽ നമ്മൾ അതിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്. ഇന്ത്യയെ നല്ല ബന്ധം വരണം. അതുകൊണ്ടാണ് എന്തിനാ അടൽ ബിഹാരി വാജ്പേയി ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോയത്, പാകിസ്ഥാനിലേക്ക് പോയത്? എന്തിനാ LK അദ്വാനി പോയത്? ഇത് പോകണ്ടായിരുന്നല്ലോ. അവർ പോയതിനാ ഈ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കി അവരെ നമ്മുടെ ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിലേക്കും അയൽ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനാണ്. അവിടത്തേക്ക് ബസ് സർവീസ് തുടങ്ങിയത് കോൺഗ്രസ് ആണോ? അല്ലല്ലോ, അടൽജിയാണ് ബസ് സർവീസ് തുടങ്ങിയത് അല്ലേ? അങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അടൽജിയാണ്. അവിടെ ഒരു മതേതര കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾക്ക് എന്തും പറയാം. പറയട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അയൽ ബന്ധം നന്നാക്കാൻ ശ്രമിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി ശ്രമിച്ചത്. അത് വലിയ മാറ്റം തന്നെയാണ്. അത് പല കാര്യത്തിലും അദ്ദേഹത്തിന് BJP ആയതുകൊണ്ട് ഞാൻ എതിർക്കൊന്നുമില്ല, നല്ല ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലപാട്, അതായത് പാകിസ്ഥാനിൽ മതേതര കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഗവൺമെന്റിനെതിരെ പോലും നമ്മൾ ആക്രമിച്ചു. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആയിക്കോട്ടെ, ശരി. എന്തുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ കണ്ണുരുട്ടി പറയുന്നില്ല? നിങ്ങൾ ആക്രമിക്കേണ്ട ഒന്ന് ഗൗരവമായി ഇനി ഇത് തുടർന്നാൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യം പറയട്ടെ. ഇന്ദിരാഗാന്ധി 1970 ചെയ്ത ആ ഓർമ്മ വെച്ചിട്ടെങ്കിലും ബംഗ്ലാദേശില് അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം അവസാനിക്കും. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇന്ത്യ അവിടുത്തെ അക്രമം തുടർന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അതെങ്കിലും പറഞ്ഞൂടെ? അതുപോലും പറയാതെ അവിടെ അക്രമം തുടർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച് ബഹളം ഉണ്ടാക്കരുത്, അതിന് ഉത്തരം പറയുന്നത്. യുവരാജ്, എന്തുകൊണ്ട് നരേന്ദ്രമോദി കണ്ണുരുട്ടുന്നില്ല? കണ്ണുരുട്ടാത്തതിലുള്ള നരേന്ദ്രമോദി ആവശ്യത്തിന് അല്ല ഇതിനകത്ത് ഈ കണ്ണുരുട്ടുക എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജ്യത്ത് നമ്മൾ ചാടിക്കയറി ഭീഷണിപ്പെടുത്തുക, ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിനെ കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ 2 റൗണ്ട് നമ്മൾ സംസാരിക്കുക, സംസാരം മുമ്പോട്ട് പോയതിന് ശേഷം മാത്രം അവിടുന്ന് തിരിച്ച് മറുപടി വരിക, അതിന് ശേഷം മാത്രം ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ്. അല്ലാണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഞാൻ കുറച്ച് നേരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെൻറ്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി. ഇന്ത്യ എന്ത് അസ്ഥിരപ്പെടുത്തിയെന്നേ? ഇന്ത്യയുടെ ഇമ്രാൻഖാൻ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത്? ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളം ഉണ്ടായി, അദ്ദേഹത്തിനെ കോടതി എന്തോ ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന് നാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പോയി പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞോ? താങ്കൾ എന്തൊക്കെയാണെന്ന് വിളിച്ചു പറയുന്നത്?
താങ്കൾ എവിടെ വായിച്ചത്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് എവിടെ അട്ടിമറിച്ചതാണ്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് അട്ടിമറിച്ചത് തെളിവ് കാണിച്ചാൽ ഇന്ത്യ അല്ലല്ല. താങ്കൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തിയത് താങ്കളാണ് പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റ് എവിടെ അസ്ഥിരപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നേ? അല്ല, നമ്മൾ ഈ അല്ല, താങ്കൾ എണീറ്റ് ഓടല്ലേ കുറച്ച് നേരമായി ഒളിച്ചോട്ടം തുടങ്ങിയിട്ട്. അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോ അവിടെ കിടന്ന് ഉരുളാനും ഓടാനും ഒക്കെ അങ്ങേക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് അവിടെ അടങ്ങിയിരിക്കൂ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അങ്ങ് പറഞ്ഞു ഇന്ത്യ ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിയെന്ന് പറഞ്ഞു. എങ്ങനെ അസ്ഥിരപ്പെടുത്തി? എവിടെ അസ്ഥിരപ്പെടുത്തി? ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന, അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് ഒന്നുമല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അത് ആദ്യം തിരുത്തണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് മിണ്ടാതിരിക്കുക. എന്റെ ഊഴാണ്, ഞാൻ സംസാരിക്കുകയാണ്. പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിർത്താനായിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ട്, ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിൽ അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ആക്രമിക്കും. ഇങ്ങോട്ടേക്ക് ഭാരതത്തിന്റെ അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ സലിം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാന് ലഭിക്കുന്ന സാഹചര്യം ഭാരതത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വിചാരിക്കേണ്ട. ഇപ്പൊ ബംഗ്ലാദേശിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ. ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആഭ്യന്തര വിഷയമാണ്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണമെന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത്? ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ തരത്തിൽ നമുക്ക് ഇടപെടാൻ മാത്രമേ, ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. ആ കാര്യം ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏത് ഭാഗത്ത് അത്തരത്തിലുള്ള ഇപ്പോ ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഉടനെ ഇന്ത്യ ആരെ, പുടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ ഉക്രൈനെ നോക്കി കണ്ണുരുട്ടണോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു വരുന്നത്? അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു രാജ്യത്ത് ആഭ്യന്തരമായ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അത് മാത്രമേ തുടക്ക കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ട് ഹിന്ദു വംശഹത്യ ഉണ്ടാവുകയും മൈനോറിറ്റീസിനെ സംരക്ഷിക്കാത്ത നീക്കങ്ങൾ തുടർന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും. ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ ചൈനയോ പോലെ ആരോടും യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമല്ല. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് സെന്റർ സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുമ്പോ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം. ആ ഡിഗ്നിറ്റിയോട് കൂടി ഇടപെടാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെന്താ വെറുതെ ഇരിക്കുമോ? അവര് തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. റിയാക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ചാടിക്കേറി നാളെ അങ്ങ് യുദ്ധം തുടങ്ങാൻ കഴിയുമോ? അങ്ങ് ബംഗ്ലാദേശ് ലിബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ബംഗ്ലാദേശ് ലിബറേഷൻ എന്താ ഒരു ദിവസം പൊട്ടി പുറപ്പെട്ട് അടുത്ത ദിവസം അവിടെ യുദ്ധം ഉണ്ടായതാണോ? എത്ര നാളത്തെ ഇഷ്യൂവിന് ശേഷമാണ് അവിടെ പറയുന്ന ഗൊറില്ല ഫോഴ്സസും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള എത്ര നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ്, എത്ര പട്ടണങ്ങൾ കത്തിയെറിഞ്ഞതിന് ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത്? ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത്. ഇന്ത്യ കണ്ണുരുട്ടണം, ഭീഷണിപ്പെടുത്തണം. എന്താ ഇത്? മറ്റൊരു രാജ്യത്തെ സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ സാധിക്കുമോ? ഭീഷണിപ്പെടുത്തി അവർ വെറുതെ ഇരിക്കുമോ? അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ? ആ യുദ്ധത്തിലേക്ക് വെറുതെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പോകാൻ സാധിക്കുമോ? ഇന്ത്യയുമായിട്ട് നിലവിൽ യുദ്ധം ചെയ്യാനോ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒന്നും സാധിക്കുന്ന രാജ്യമല്ല നിലവിൽ ബംഗ്ലാദേശ്. അവിടെ ഇപ്പോഴും നമ്മുടെ ഈ സംസാരിച്ചു ഒരു രാജ്യത്തിന് ബംഗ്ലാദേശിന് ഇന്ത്യ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു രാജ്യത്തിനോട് സംസാരിക്കുന്നതിന്, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുന്നതിന് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ജിയോ പൊളിറ്റിക്സിൽ. ആ രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങ് തീരെ റെസ്പോൺസ് അങ്ങനെ ചാനലിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അത് അല്പം കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് അങ്ങ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
അല്ല, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. നിങ്ങൾ ഈ പ്രശ്നം അനന്തമായി തുടരലാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഒന്നും ചെയ്യില്ല. അവിടെയുള്ള മുഴുവൻ ഹിന്ദു സഹോദരന്മാരും മരണപ്പെട്ടാലും അവർ കൊല്ലപ്പെട്ടാലും എല്ലാ ക്ഷേത്രങ്ങളും അല്ല, തകർക്കപ്പെട്ടാലും CAA സമരകാലത്ത് നിങ്ങൾ പറഞ്ഞത് അവിടെ യാതൊരു പ്രശ്നവും ഇല്ലാന്നല്ലേ പറഞ്ഞ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇപ്പൊ ഉണ്ട്. അല്ല, ആരാ അവിടെ ആക്രമിക്കുന്നത്? ശരി, അവിടെ ഹിന്ദു സഹോദരന്മാരെ കൊല്ലുന്നാരാ? BJP പറയുന്നില്ലല്ലോ, അതൊന്ന് പറഞ്ഞേ. നിങ്ങൾ അല്ല, ആരാ കൊല്ലുന്നതെന്നൊന്ന് പറഞ്ഞേ. ആ പേര് അല്ല, അവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്താ സംശയം? അവർ നടപടി ഭൂരിപക്ഷം മുസ്ലിം പ്രശ്നമാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഏത് രാജ്യമൊന്നല്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായം അവിടെയുള്ള ഭൂരിപക്ഷ എനിക്ക് അങ്ങനത്തെ അഭിപ്രായം കേട്ടോ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ രഹസ്യ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പറയട്ടെ, അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ അതിലെ തീവ്രവാദം ഇവിടെ എല്ലാ ഹിന്ദുക്കളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? സംഘപരിവാറിലെ ചില ശക്തികളാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും പള്ളി പൊളിക്കാനും സർവേ നടത്താനും ഒക്കെ പോകുന്നത്. അതേപോലെ ബംഗ്ലാദേശിലും അവിടെ അമ്പലത്തിന്റെ മുകളിൽ പള്ളി പണിയുന്ന ടെക്നോളജി ചിലർ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സർവേ നടത്തുന്ന വഴിയുള്ള അവിടുത്തെ തീവ്രവാദികൾ അവർക്കെതിരെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് ഉത്തരം പറയാതെ കുറേ ബഹളം വെച്ചോണ്ട് യുവരാജ് പറഞ്ഞു ബഹളം ഉണ്ടാക്കിയതിന്റെ കാര്യം അല്ല, ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തെങ്കിലും സെൻസ് ഉണ്ടാവണ്ടേ സാർ? നയതന്ത്ര ബന്ധം ഇതൊന്നും സലീം അടവൂരിന് അറിയാത്തതല്ല. സലീം അടവൂർ പ്ലീസ് ദയവ് ചെയ്ത് കാടടച്ച് വെടിവെക്കരുത്. ഡോക്ടർ ആരിഫ്, എന്തായാലും സലീം അടവൂരിന്റെ പാകിസ്ഥാൻ സ്നേഹം അത് പെട്ടെന്ന് പുറത്ത് ചാടിയത് അത്ഭുതപ്പെടുത്തി. അല്ല, ഒരു കാരണവശാലും അല്ല ശ്രീ സലീം അടവൂർ, ഒരു കാരണവശാലും താങ്കൾ ഇമ്രാൻഖാനെ പോലുള്ള ഒരാളെ മതേതരൻ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. ഞാൻ അതൊന്ന് പറയാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം, നമ്മളിവിടെ സംസാരിച്ചതിൽ സലീം അടവൂർ പറഞ്ഞതിൽ ഒരു ഭാഗം ഞാൻ അതിനോട് യോജിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയം നിലവിൽ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അതിലാണ് നമുക്ക് അവിടെ ഒരു യോജിപ്പ് വരുന്നത്. ആ യോജിപ്പ് എന്താണ്? ആ യോജിപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഒരു കൃത്യമായ പങ്കുണ്ട്. ആ പങ്ക് ഇപ്പോൾ 1971 ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ടിട്ടുള്ള പങ്ക് ഉൾപ്പെടെ നമ്മളെടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വിഷയത്തെ ലോകങ്ങളുടെ മുന്നിൽ ഒരു പൊതുവിഷയമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവതരിപ്പിക്കാനുള്ള പ്രധാന പങ്ക് അത് ഇന്ത്യക്കുണ്ട്. അത് ഇന്ത്യയിൽ ഇന്ന് അത് ചെയ്യേണ്ടത് ആരാണ്? അത് ഇന്ന് ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ എത്രത്തോളം അവർ സക്സസ്ഫുൾ ആണ് എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നം. ഇത്ര നാളും ഇത് നീണ്ടുപോയിട്ടും ആ വിഷയം ഒരു ലോകസഭയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് 100-ൽ എത്ര മാർക്ക് കൊടുക്കും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 10 മാർക്കേ കൊടുക്കുള്ളൂ. അവിടെ ആ BJP ഗവൺമെന്റിന് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. എന്നാൽ ഇനിയും സമയം വൈകിട്ടില്ല, ഇനിയെങ്കിലും അത് ചെയ്യണം. അതോടൊപ്പമാണ് ഈ മിലിറ്ററി സപ്പോർട്ടും അതുപോലെ മറ്റ് ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ടൊക്കെ പിന്നാലെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു വിഷയം ഒരു ഡിപ്ലോമാറ്റിക് ഒരു വിഷയമായിട്ട് തന്നെ ഇതിനെ കണ്ട് അതിനെ എത്തിക്കുന്നിടത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഇനിയും സമയം വൈകിക്കാൻ പാടില്ല. ഇനി ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ടോ അതുപോലുള്ള കാര്യങ്ങൾ മിലിറ്ററിയൊക്കെ ഏറ്റവും അവസാനം വരുന്നതാണ്. അതിപ്പോൾ ഇന്ദിരാഗാന്ധി പോലും മിലിറ്ററി സപ്പോർട്ട് ഇല്ലേ ഇവിടെ? അതാ ഞാൻ പറഞ്ഞത്, അവരിലേക്ക് ഈ വിഷയം എത്തിക്കണം. ഇത് പ്രോപ്പറായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയം ഇപ്പോൾ നമ്മളുടെ ഇവിടുന്ന് ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ലോയേഴ്സിനെ കൊന്നു തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് നമ്മൾ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ മാത്രം പോരാ ഇടപെടൽ എന്നുള്ളത് കൃത്യമായിട്ട് UN അറിയിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അട്രോസിറ്റീസ് അവിടെ നടക്കും. അതാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇമ്രാൻഖാനെ സെക്യുലറായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥയും പാകിസ്ഥാനിലെ വിഷയം അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുൽവാമ അറ്റാക്ക് ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അതൊരു റോങ് കമ്പാരിസൺ ആണ്. അത് സലീം സാഹിബിനോട് ഞാനത് വിയോജിക്കുകയാണ്. കാരണം അത് തെറ്റാണ്. കാരണം എന്താണ്? ഒന്ന്, ഒരു ക്രോസ് ബോർഡർ ടെററിസം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന് ഇന്ത്യ നടത്തിയ ഒരു മറുപടി എന്നോണം ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഈ അടുത്തും ഉണ്ടായിട്ടുണ്ട്, ബസ്സിലേക്കൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ സമയത്ത് അതിനെ എടുത്തു വെച്ചുകൊണ്ട്
അതിൽ ഇന്ത്യ കൊടുത്ത മറുപടി പോലെ ഇതിൽ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിന്റെ ഒരു മയോപിക് കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ കണ്ടാൽ അത് ശരിയാവില്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇത് UN സഭകളിലടക്കം ഇത് ഉന്നയിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിനകത്ത് ശ്രമിക്കേണ്ട ഒരു വലിയ റോളാണ് ഇന്ത്യക്കുള്ളത്. അതാണ് ഇന്ന് ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. അതിനൊക്കെ ശേഷമാണ് യുദ്ധം. ഒരു നെടുനീളം യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തിയൊന്നും അല്ല ഇന്ത്യ എന്ന് ഞാൻ പറയാം. കാരണം എന്താണ്, ഏത് യുദ്ധം അത് എത്ര വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് പറയുന്ന രാജ്യമായാലും ശരി, അത് നീണ്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ അത് നമ്മളുടെ സ്വന്തം ജനതയെ തന്നെയാണ് അത് ബാധിക്കുക. അതിപ്പോൾ എല്ലാ മികച്ച രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യ അങ്ങനെ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകണം, കണ്ണുരുട്ടണം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കടന്നു കൈയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ഈ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ഇമ്രാൻഖാന്റെ കാര്യം പറഞ്ഞല്ലോ. ഇമ്രാൻഖാൻ അവിടെ മതേതരനാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യ ഒരു രാമരാജ്യം ആക്കണം എന്ന് പറയുന്ന മോദിയെ നിങ്ങൾ മതേതരൻ എന്ന് വിളിക്കാറില്ലല്ലോ. എന്നാൽ ഇവിടെ പാകിസ്ഥാൻ എന്താക്കണം എന്നാണ് നമ്മളുടെ ഇമ്രാൻഖാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണോ മുഹമ്മദ് നബി അവിടെ ആ ഭരണം നടത്തിയിരുന്നത്, സമാനമായ രീതിയിൽ ഒരു ഭരണമാണ് അവിടെ നടത്തേണ്ടത് എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞുകൊണ്ട് നടന്നത്. റിയാസുദ്ദീൻ എന്നോ അങ്ങനെ കണ്ടാണ് അതിന്റെ പേര്. റിയാസത്തെ മദീന എന്നാണ് ആൾ വിളിച്ചിരുന്നത്. അപ്പൊ രാമരാജ്യം എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് മതേതരൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഒരു റിയാസത്തെ മദീനയായിട്ട് കാണണം എന്ന് പറയുന്ന ഒരു ഇമ്രാൻഖാനെ, അതായത് മുഹമ്മദ് നബി എങ്ങനെയാണോ, മുഹമ്മദിന്റെ ഭരണം എങ്ങനെയാണോ അതേപോലെ ഭരിക്കണം എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മതേതരൻ എന്ന് വിളിക്കാൻ പറ്റുക? അപ്പൊ നിങ്ങളുടെ അതൊരു ഇരട്ടത്താപ്പല്ലേ, എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കണുള്ളൂ. ഇനി അതിനുശേഷം നിങ്ങൾ അമ്പലം പുതുക്കി പണിയാൻ ഫണ്ട് പാസ്സാക്കി എന്നൊക്കെ പറയുന്നത്, 100 കണക്കിന് അമ്പലം പൊളിക്കുമ്പോൾ ഒരു 5 എണ്ണം പണിയും. അത് ഇല്ലെങ്കിൽ രക്ഷയില്ല. കാരണം അവിടെ ഉണ്ടല്ലോ മൈനോറിറ്റി, അവരും ചില കാര്യങ്ങൾ പറയുമ്പോൾ അവര് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ചില മുട്ടുശാന്തിക്ക് ഇതുപോലുള്ള ചില അമ്പലങ്ങളൊക്കെ പുതുക്കി പണിയാനൊക്കെ അവർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇമ്രാൻഖാൻ വലിയ ഫെയിലർ ആയിരുന്നു അവിടെ. കാരണം ഇമ്രാൻഖാന്റെ ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി നിയമങ്ങളുടെ അതിന്റെ ആ ഒരു നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള അക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ പൂട്ടാനുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കൊണ്ടെത്തിച്ചത് ഇമ്രാൻഖാന്റെ കാലഘട്ടത്തിലാണ്. അതുകൂടാതെ ആ മൈനോറിറ്റി റൈറ്റ്സ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ വലിയ തോതിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും ഇമ്രാൻഖാൻ പുറത്താക്കപ്പെടുന്നതിൽ അവിടുത്തെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും BJP-കാരൻ പോയിട്ട് വോട്ട് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന വാദങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതെയാവുകയുള്ളൂ. അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം അതിലേക്ക് ഇനിയെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് അവിടെ അവസാനമായിട്ട് പറയാനുള്ളത്. അല്ല, മറ്റൊന്നുമില്ല ശ്രീ ആരിഫ് ഹുസൈൻ, അങ്ങ് പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം ഭാരതം UN-ൽ ഉൾപ്പെടെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബംഗ്ലാദേശിലേക്ക് ഞാൻ നിലവാരമുള്ള ഒരു കാര്യത്തിനാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദയവ് ചെയ്ത് മിണ്ടാതിരിക്കൂ. ഒന്നാമത്തെ കാര്യം, ബംഗ്ലാദേശിലെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഉയരും, വീണ്ടും താഴും, വീണ്ടും വരും. ഇപ്പം ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിട്ട് നവംബർ 27-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സെഡീഷൻ ഉൾപ്പെടെയുള്ള ചാർജസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ്, 2-3 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് UN ഉൾപ്പെടെയുള്ള സ്റ്റേജസിലേക്ക് ആ വിഷയം തീർച്ചയായിട്ടും കൊണ്ടുവരുന്നത് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ 48 മണിക്കൂറോ 72 മണിക്കൂറോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെതായ തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ബംഗ്ലാദേശിലെ സന്ധി സംഭാഷണത്തിന് കാര്യമില്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് കടുത്ത നടപടികൾ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും